ഹലോ നമസ്കാരം, ലൈഫ് സ്റ്റൈൽ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു റോസാപ്പൂ ആണ്. ഫോം ഷീറ്റും ഗ്ലൂ ഗണ്ണും അതുപോലെ തന്നെ ഒരു അയൺ ബോക്സും ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ റോസിൻ്റെ ഇതളുകളാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ 2.5 സെൻറ്റിമീറ്റർ റേഡിയസിലുള്ള 20 സർക്കിൾസാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇപ്പോൾ സർക്കിൾസൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ചൂടാക്കാം. അപ്പോൾ നമ്മൾ അയൺ ബോക്സ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ അയൺ ബോക്സിൻ്റെ മുകളിലായിട്ട് ഓരോന്നോരോന്ന് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ പൊങ്ങി വരുന്നത് കാണാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്ലവർ ഇതുപോലെ തന്നെ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന പോലെ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ചൂടാക്കിയ ഇതളുകളൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ആദ്യം ഇതുപോലെ ചൂടാക്കുന്ന സമയത്ത് ചിലത് നല്ലതുപോലെ ചൂടാക്കുമ്പം ഇങ്ങനെ ചുരുണ്ട് വരും. അപ്പോൾ ഈ ചുരുണ്ട് വരുന്നത് നമുക്ക് സെൻറ്ററിൽ കൊടുക്കാം. അങ്ങനെ നമുക്ക് ബാക്കിയെല്ലാം ഇതിനെ ഈ സെൻറ്ററിൽ വരുന്നതിനോടുകൂടി ജോയിൻ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഷൈനിങ്ങുള്ള ഭാഗം പുറത്ത് കാണുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ കാണാൻ നിങ്ങൾക്ക്. അപ്പോൾ അതുപോലെ നമ്മൾ ഓരോന്നും ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യമുള്ള 3-4 ഒന്നിച്ച് ഇതുപോലെ ജോയിൻ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എളുപ്പമുണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ വിടർന്ന് വരുന്ന രീതിയിൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. എല്ലാം ഓരോന്നോരോന്നായിട്ട് ജോയിൻ ചെയ്യുന്ന രീതിയാണെങ്കിൽ നമുക്ക് ആ രീതിയിലും ചെയ്യാം. പക്ഷേ ഇത് കുറച്ചുകൂടി എളുപ്പമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ റോസാപ്പൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.